പോലെ പാമ്പിനെ സ്വപ്നം കാണും. സാധാരണയാണ് ഒരു കണക്കിൽ ചീറ്റിയാണ്. കാരണം ഞാനത് പറയുന്ന സമയത്ത് അവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്വപ്നം കണ്ടതൊന്നും കൂടുതൽ നമ്മൾ പറയാതിരിക്കലാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് ഒരു സ്വപ്നം കണ്ടു, നമ്മൾ മറ്റുള്ളവരോടത് പറഞ്ഞു, അതിന്റെ ഒരു യഥാർത്ഥ വ്യാഖ്യാനം അദ്ദേഹം നൽകിയില്ലെങ്കിൽ ചിലപ്പം ആ നൽകിയത് എന്തോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന ജീവികളെ സ്വപ്നം കണ്ടാൽ ഇന്നതാണ് എന്നൊക്കെ അറിയുമ്പോ ചിലപ്പോൾ നമുക്കൊരു ബേജാറുണ്ടാവും. എങ്കിലും നമുക്ക് എന്താവുക, ഒന്ന് പറയാ, പാമ്പിനെ സ്വപ്നം കണ്ടാൽ ചിലപ്പം ശത്രുതയുടെ മേലിൽ ആ സ്വപ്നം മരിക്കും, ചിലപ്പം അധികാരം കിട്ടാന്, ചിലപ്പം സമ്പത്ത് നഷ്ടം, ചിലപ്പം സന്താന ഭാഗ്യം, ചിലപ്പം ഭാര്യന്മാരെ നഷ്ടപ്പെടല്, ഇങ്ങനെ വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ അതിന് നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് വേണ്ടി പറയാ, ഒരാള് പാമ്പുമായി ശണ്ട കൂടുക എന്ന് പറഞ്ഞാൽ പാമ്പിനെ കൊല്ലുകയും പാമ്പ് ഇവനെ ആക്രമിക്കാൻ വരുന്നു, അതിനെ തടുക്കാൻ വേണ്ടി ഇവൻ ശ്രമിക്കുന്നു. ഇങ്ങനെ സ്വപ്നം കണ്ടാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് അതെന്താണ്, അവനിക്ക് ശത്രുവുണ്ട്, ആ ശത്രുവുമായിട്ടുള്ള ശത്രുത അധികരിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണ്. അങ്ങനെ പാമ്പ് ഇവനെ ആക്രമിക്കാൻ വരുന്നു, അതിനെ തടുക്കാൻ ഇവൻ നോക്കുന്നു, പാമ്പ് തിരിച്ചും ആക്രമിക്കാൻ നോക്കുന്നു. ഇങ്ങനെ പാമ്പുമായി മല്ലടിക്കുന്നത് സ്വപ്നം കണ്ടാൽ ശത്രുവിന്റെ ശത്രുത അധികരിക്കുന്നതിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ പാമ്പിനെ പിടിച്ചിട്ട് ഒരാള് ഒരു ഭയവുമില്ലാതെ അവന് വിചാരിച്ച മാതിരി പാമ്പിനേറ്റിങ്ങനെ കളിക്കുന്നത് ഒരാൾ സ്വപ്നം കണ്ടാൽ അവന്റെ ശത്രു അവന്റെ മുമ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അത് പറയുമ്പോൾ ആരും ബേജാറാവണ്ടോ. അതായത് ഒരാള് സ്വപ്നം കാണുക, എങ്ങനെ സ്വപ്നം കാണുന്നു, അവന്റെ വിരിപ്പിന് വലിയൊരു പാമ്പ്, ആ പാമ്പിനെ അടിച്ചു കൊല്ലുന്നത്, വിരിപ്പിലിട്ട് അടിച്ചു കൊല്ലുന്നത് ഓ സ്വപ്നം കാണുകയാണ് എങ്കിൽ അവന്റെ ഭാര്യ മരിക്കാറായിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ്. അത് ബേജാറാവണ്ട. ഞാൻ അങ്ങനെ ആരെങ്കിലും സ്വപ്നം കണ്ടോലുണ്ടെങ്കിൽ അതിന് ഭാര്യനോട് പറയാനും പോവണ്ട. അതാണ് പറഞ്ഞത്. നമ്മൾ ഈ സ്വപ്ന വ്യാഖ്യാനങ്ങളൊക്കെ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്താവും, അത് കേൾക്കുമ്പോ ഇങ്ങനെ എത്ര സ്വപ്നം, ഇന്ന കാര്യം സ്വപ്നം കണ്ടാൽ ഇന്ന രൂപത്തിലാണത്രേ, ഇന്ന കാര്യം സ്വപ്നം കണ്ടാൽ ഇന്ന രൂപത്തിലാണത്രേ എന്നൊരു വിവരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിന് ഉറപ്പില്ലെങ്കിൽ ചിലപ്പം പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഏതോ സ്വപ്നം കണ്ടാൽ അവന്റെ ഭാര്യ മരിക്കാറായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരു ഗർഭിണിയായ പെണ്ണൊരു പാമ്പിനെ പ്രസവിക്കുന്ന സ്വപ്നം കാണുക. അവര് ഗർഭിണിയാണ്. ഈ ഗർഭിണിയായ പെണ്ണൊരു പാമ്പിനെ പ്രസവിക്കുന്നത് സ്വപ്നം കണ്ടാൽ അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് മാതാവിനെയും പിതാവിനെയും ആക്രമിക്കുന്ന കുഞ്ഞായിട്ടാണ് ജനിക്കാൻ പോകുന്നത് എന്നതിന്റെ അടയാളമായി പണ്ഡിതന്മാർ, സ്വപ്നവ്യാഖ്യാന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ കൃഷി, നല്ല കൃഷി, നല്ല വാഴ കൃഷിയോ അല്ലെങ്കിൽ നെൽകൃഷിയോ അല്ലെങ്കിൽ അതുപോലത്തെ പയറോ എന്തൊക്കെയോ കൃഷി അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അവൻ ചെയ്ത കൃഷിയുടെ ഇടയിലൂടെ പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നത് സ്വപ്നം കണ്ടാൽ നല്ല വരുവെള്ളം വന്ന് ആ കൃഷി നശിക്കാൻ പോകുന്നതിന്റെ അടയാളമാണ്. ഇങ്ങനെ ഒരുപാടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ പാമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിനെ പോലോത്തവരൊക്കെയും തഅ്ബീറു റുഅ്യ, സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ട് വിശാലമായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ ആനനെ സ്വപ്നം കണ്ടാൽ, പാമ്പിനെ സ്വപ്നം കണ്ടാൽ, നായനെ സ്വപ്നം കണ്ടാൽ, വ്യഭിചരിക്കുന്നത് സ്വപ്നം കണ്ടാൽ, അതിന്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശരിയായേക്കാം, ചിലപ്പം ശരിയാവാതെയും വന്നേക്കാം. ഏതായിരുന്നാലും എല്ലാ സ്വപ്നങ്ങളും ഒറ്റടിക്ക് നമ്മൾ എഴുതിത്തല്ലാതെ അതിന്റെ ഒരു നല്ല വശം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സന്തോഷകരമായ സ്വപ്നം കണ്ടാൽ
അതിനെ ഇഷ്ടപ്പെടുമെന്ന് കാണുന്നവരോട് ആ വിഷയം പറയുക, അല്ലാത്തവരോട് അത് പറയാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് മാനസികമായി വിഷമിക്കുന്ന, മാനസികമായി വേജാറുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയും കണ്ടാൽ അല്ലാഹു തആലാനോട് ശൈത്താന്റെ ശർറിനെ തൊട്ട് കാവലിനെ ചോദിക്കുകയും അങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ എഴുന്നേറ്റ് അവൻ എന്ത് ചെയ്യുക, ഒന്ന് ചെരിഞ്ഞ് ഒന്ന് ഇളകി മറിഞ്ഞ് കിടക്കുക, ശൈത്താന്റെ ശർറിനെ തൊട്ട് കാവലിനെ ചോദിക്കുക പോലത്തെ കാര്യങ്ങളൊക്കെയും റസൂലുള്ളാഹിന്റെ ഹദീസുകളിൽ കാണാം. ഏതായിരുന്നാലും അത് ഈ പാമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോ നമ്മുടെ സ്ത്രീകളൊക്കെയും ഈ വസ്ത്രം പറ്റേ കഴിച്ചു വെച്ച് നിസ്കരിക്കുക, അതുപോലെ തന്നെ എന്താക്കുക, ഈ പോലത്തെ കാര്യങ്ങളൊക്കെയും ഒന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായി ഉണർത്തി